ഈ കാണുന്ന കുടംപുളി മരത്തിന് ഏകദേശം 100 വയസ്സെങ്കിലും ഉണ്ടാവും. ഇതൊരു മുത്തശ്ശൻ മരമാണ്. ഈ കുടംപുളി എങ്ങനെ ഉണക്കാനുള്ള ഇതാണ് നമ്മുടെ വീഡിയോ. ഇതാദ്യം നമുക്കൊരു കൊട്ടയ്ക്ക് പറിച്ചിടണ്ടേ. എന്നാ പറയാൻ നമുക്ക് പറിക്കാം. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഒരു ബക്കറ്റിട്ട് നന്നായിട്ട് കഴുകണം. ഇതിൽ കുറേ ചെറിയ മണ്ണൊക്കെ ഉണ്ടാവും, അതെടുത്തിട്ട് വൃത്തിയാക്കണം. കഴുകിയിട്ട് നമ്മൾ വേറെ ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ ഈ കുടംപുളീൻ്റെ ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് കളയണം. എന്നിട്ട് ഒരു കൊട്ടയ്ക്ക് ഇട്ട് വെക്കണം നമ്മൾ. അങ്ങനെ എല്ലാ കുടംപുളികളും അങ്ങനെ ചെയ്ത് അങ്ങോട്ട് വയ്ക്കണം. ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് പുകയ്ക്കാൻ വെക്കണ്ടേ, എന്നാലല്ലേ ഇത് ഉണങ്ങുള്ളൂ. ഈ കാണുന്നതാണ് പുകയ്ക്കാനുള്ള റൂം. ആ താഴെയാണ് നമ്മൾ ഇടുക. ചപ്പും ഇതൊക്കെ ഇടും, അപ്പോഴല്ലേ ഇത് കത്തുള്ളൂ. അതിൻ്റെ മുകളിൽ പച്ചലൊക്കെ ഇട്ടാൽ അത് നന്നായിട്ട് പുകയും. അങ്ങനെ അവർ മെല്ലെ മെല്ലെ ഉണങ്ങാൻ തുടങ്ങും. ഗായ്സ്, നമ്മൾ പഴുത്ത പുളി മാത്രം എടുക്കാൻ പാടുള്ളൂ, പച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇവരൊക്കെ ഉണങ്ങി. ഇനി ഇവരുടെ വെയിലത്തിട്ടാൽ അവർ നല്ല ഉണങ്ങും. ഇപ്പം അവർ നല്ല ഉണങ്ങി. ഇനി നമുക്ക് ഇവരെ കൂട്ടാനിടാം. ബൈ ബൈ.